തനിക്ക് എന്താണുള്ള കാര്യം? അല്ല, ഞാൻ നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയ. താനേതാ? സാർ, എൻ്റെ വീട് ഈ റോഡിനപ്പുറത്താണ്. ഇന്നലെ രാത്രി ഇവിടെ എന്താ നടന്നത്? ഞങ്ങളൊന്നും ഇങ്ങോട്ട് വരാറില്ല സാർ. പക്ഷെ ഇന്നലെ രാത്രി 11 മണിയായിട്ടാണ് വല്ലാത്തൊരു അലർച്ച കേട്ടത്. ആരുടെ? അറിയില്ല സാർ, പക്ഷെ അതൊരു മനുഷ്യൻ്റെതായിരുന്നില്ല. താൻ വന്ന് നോക്കിയില്ലേ? രാത്രി 11 മണിയായില്ലേ സാർ. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി. സാർ, ഈ ഭാഗത്ത് രാത്രി 10 മണിയോടുകൂടി എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. സാർ, ഇൻക്വസ്റ്റ് എടുത്തപ്പോൾ കഴുത്തിലെന്തോ മുറുകിയാണ് മരണകാരണം സാർ. ഇത് ബെൽറ്റാണോ കയറാണോ എന്ന് അറിയില്ല സാർ. സാറേ, ഇന്നലെ രാത്രി ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അന്നുടനെ മുറ്റമൊക്കെ അടിച്ചു വാരുന്നതിൻ്റെ ഇടയിൽ ഒരു ബെൽറ്റ് കിട്ടി. അതാ മാവിൻ ചോട്ടി കിടപ്പുണ്ട്. അയ്യോ സാറേ, ഇത് വാസുവിന്റെ ബെൽറ്റാണ്. സാറേ, അയാൾ പലപ്പോഴും എൻ്റെ ഭർത്താവിനോടൊപ്പം മദ്യപിക്കാറുണ്ട്. സാറേ, നാട്ടുകാർ പലതും പറയും. അത് കേട്ട് എന്റെ നെഞ്ചത്തോട് കയറാൻ നിൽക്കരുത്. ഈ ബെൽറ്റാരുടെയാണ്. ഇനി നമുക്ക് പോകാല. സാറേ, എന്റെ ബെൽറ്റ് കളവ് പോയതാണ്. ഞാനാണ് പരാതി കൊടുക്കേണ്ടത്. അതൊക്കെ കോടതി തീരുമാനിക്കും. നീ വാടാ. സാറേ 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 ശിവ, കൊല്ലപ്പെട്ട ഗിരീഷനും ഭാര്യയും ഈ ചിറയിന്മേൽ പുതിയതായി വന്ന താമസക്കാരാണ്. ഭർത്താവ് കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ആ സ്ത്രീ എങ്ങനെയാണ് ജീവിക്കുക? അവർക്ക് വല്ല പച്ചക്കറി വിറ്റ കടലേക്ക് വിറ്റ് ജീവിക്കല്ല. ഈ മണ്ടത്തരക്കാരൻ എന്നെ വിളിച്ചെടുത്തത്. അതുപോലെ ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ധൈര്യം കാണിക്കാണ്ടില്ലേ? ഞാൻ മണ്ടനാണ്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ താങ്കൾ ബുദ്ധിമാനാണോ? അതേ, DYSP ശേഖരന്റെ കീഴിലാണ് ഞാൻ ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോ ഒന്നും പറയാനില്ല. ഒറ്റ ചോദ്യം, ഈ കൊല്ലപ്പെട്ട ഗിരീഷിന്റെ ബോഡി കാണാൻ എത്ര പേരാണ് അവിടെ ഉണ്ടായിരുന്നത്? 2 പേര്. അതിനർത്ഥം അവരെ ആർക്കും അറിയില്ല എന്നുള്ളതാണ്. അവരെ മെമ്പർക്ക് അറിയോ? സത്യം പറഞ്ഞാ എനിക്ക് അവരെ അറിയില്ല കേട്ടോ. ബെൽറ്റിന്റെ ഉടമ വാസുവാണെങ്കിൽ ആ ബെൽറ്റ് അവിടെ ഇട്ടിട്ട് പോകുമായിരുന്നില്ല. അയാളുടെ കാര്യം വിട്ടേക്ക് ദേവദാസേ. അതേ, കേസ് അന്വേഷണം എനിക്കാണ്. ഞാൻ തീരുമാനിക്കും. ഓക്കെ? ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ താൻ തന്റെ വഴിക്ക് കേസായി പോയിക്കോടോ. ഗിരീഷിന്റെ ഭാര്യയോട് എനിക്ക് ചില സത്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നിങ്ങളുടെ ഭർത്താവ് എന്ന നിലയിൽ ഗിരീഷൻ ആളെങ്ങനെ? എന്റെ ജീവനായിരുന്നു. പ്രേമവിവാഹമായിരുന്നു ഞങ്ങളുടേത്. പൂഞ്ഞാറിലെ ഒരു ബീഡി തൊഴിലാളിയുടെ മകളാണ് ഞാൻ. എന്താ ഈ വാടക വീട്ടിൽ കിടന്ന് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ? ഓ, ഞാൻ അത്ര വലിയ കുടുംബത്തിലെ ആളൊന്നും അല്ലല്ല. ഇതിനേക്കാളും കഷ്ടപ്പാടായിരുന്നു എനിക്ക്. എങ്ങനെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങണം, എന്നിട്ട് നല്ലൊരു വീടും വെക്കണം. എന്തിനാണ് ഇങ്ങനെ വിഷമിക്കണത്? എല്ലാം ശരിയാവും. നിങ്ങൾക്ക് കുട്ടികളില്ലേ? ഇല്ല.
2 മാസമായി ഈ വാടക വീട്ടിലാണ് ഞങ്ങളുടെ ജീവിതം. ഇവിടെ നിന്നും ഞാൻ പോവുകയാണ് സാർ. എൻ്റെ നാട്ടിൽ ചെന്ന എന്തെങ്കിലും കൂലിവേല ചെയ്ത് ജീവിക്കണം. ശ്രീലതേ, എടി ശ്രീലതേ. എന്താ സാറേ? ഓ, പെട്ടിയും കിടക്കയായിട്ട് നാടുവിടെ നോക്കണോട്. കേറി വണ്ടിയില്. സാറ് കാര്യം പറഞ്ഞില്ലല്ലോ. കാര്യം പറഞ്ഞാൽ മാത്രം നീ വരുവുള്ളോ? എങ്കിൽ പറയാം, നിന്റെ ഭർത്താവിനെ കൊന്നകുറ്റത്തിന് നിന്നെ അറസ്റ്റ് ചെയ്യാൻ. എന്താ സാറി പറയുന്നത്? എന്റെ ഭർത്താവിനെ ഞാൻ കൊന്നെന്നോ? കാമുവിനോടൊപ്പം ജീവിക്കാൻ നിന്റെ ഭർത്താവിനെ കൊല്ലണമായിരുന്നോടി. ഇപ്പൊ കാണിച്ചു തരാടി. ഇങ്ങോട്ട് ഇറങ്ങി വായോട്. നിന്റെ കാമുകൻ സ്പിരിറ്റ് സുനി. ഇവനും നീ ചേർന്നാണ് നിന്റെ ഭർത്താവിനെ കൊന്നത് അല്ലേ? അപ്പോ കേസൊക്കെ തെളിഞ്ഞു അല്ലേ? ബുദ്ധിയുള്ളൊരു കേസ് കളിക്കും. ആയിക്കോട്ടെ. തനിക്കെന്തോ ഒരു പരിഹാസം പോലെ. ദേവദാസേ, അയാൾക്ക് പറയാനുള്ളത് കൂടി കേട്ടാൽ നന്നായിരിക്കും. ഇവൻ സ്വമേധയാ എല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ കേസ് അതല്ലേ സത്യം. ഇനി ഇവനും നിങ്ങൾക്കും അറിയാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രഹസ്യം. കൊല്ലപ്പെട്ട ഗിരീശൻ ഇവളുടെ ഭർത്താവല്ല. അപ്പോ ഇവളാരാണ്? അപ്പോ ഇവളാരാണെന്നറിയണം. തിരുവനന്തപുരത്തെ പ്രമുഖ ടെക്സ്റ്റൈൽ വ്യാപാരി ഷൺമുഖത്തിന്റെ മകൾ. ഈ സ്ത്രീ വിവാഹം കഴിച്ചിട്ടില്ല. ആഡംബര ജീവിതമായിരുന്നു ഇവളുടേത്. ഇവൾക്ക് പണം കൊടുത്തു മതിയായപ്പോൾ ഇവളുടെ പിതാവ് ഇവൾക്ക് പണം കൊടുക്കാതെയായി. അപ്പോ ഗിരീശൻ ആരാ? നല്ല ചോദ്യം. ഗിരീശൻ ഒരു പലിശക്കാരനാണ്. പലിശക്കാരൻ മാത്രം. ഗിരീഷിന്റെ കയ്യിൽ നിന്നും പലപ്പോഴായി 10 ലക്ഷം രൂപയാണ് ഇവൾ വാങ്ങിയിട്ടുള്ളത്. എന്നിട്ടോ പണം തിരികെ കൊടുക്കാതെ ഇവൾ മുങ്ങി നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാഡം കാറിൽ നിന്ന് ഇറങ്ങണം. എന്താ മാഡത്തിന്റെ ഉദ്ദേശം? ഞാൻ പിന്നെ നാണമുണ്ടോ നിങ്ങൾക്ക് 10 ലക്ഷം വാങ്ങിയിട്ട് മുങ്ങി നടക്കാൻ? ഗിരീശൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളിനി ഒന്നും പറയണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പണം തന്നു തീരുന്നത് വരെ നിങ്ങൾ എന്നോടൊപ്പം കഴിയണം. ഗിരീശൻ, അനാവശ്യം പറയരുത്. പണം തന്നിട്ട് അന്തസ്ത് കാണിക്കൂ മാഡം. ഗിരീഷന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ഞാൻ പറയും. ശരി, ഓക്കെ മാഡം. ഞാൻ വിളിക്കാം. ശരി. അങ്ങനെ ഈ സ്ത്രീയുടെ നിർദ്ദേശമനുസരിച്ച് ഇവളും ഗിരീഷനും സാധാരണക്കാരെ പോലെ ഈ നാട്ടിൽ വന്നു. ഈ സ്ത്രീ ഇവിടെ വരുന്നതിന് മുമ്പ് മറ്റൊരു പണി കൂടി ഒപ്പിച്ചിരുന്നു. ചന്തയിൽ തല്ലുകൂടി നടന്ന ഇവനെ ഇവര് പറഞ്ഞു മയക്കി ഇവരുടെ വരുതിയിലാക്കി. ഇവര് ഈ വീട്ടിലേക്ക് വന്ന ആ രാത്രി മാഡം, നിങ്ങൾ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണം.
മാഡം, സുനിൽ പോയിക്കോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മാഡം, നിങ്ങൾ വിഷമാണ്, സർപ്പത്തേക്കാളും വിഷം. സുനിലെ, കേസ് നിന്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ഈ സ്ത്രീ നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. അപ്പോ കുടുങ്ങുമെന്ന് തോന്നിയപ്പോഴാണ് നീ ഞങ്ങളുടെ മുമ്പിൽ കീഴടങ്ങിയത്, അല്ലേടാ? സുനിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങിയപ്പോൾ തകർന്നു വീണത് ഇവരുടെ പ്ലാനുകളാണ്. കൊണ്ടുപോയിക്കോ. വാടാ. ഒരു സംശയം, ഈ സംഭവങ്ങളെല്ലാം താങ്കൾ എങ്ങനെ മനസ്സിലാക്കി? ആ സ്ത്രീ എന്നോട് പറഞ്ഞത് ആ വാടക വീട്ടിൽ താമസം തുടങ്ങിയിട്ട് 2 മാസമായെന്നാണ്. പക്ഷേ എന്റെ പൊന്നു സാറ്, ഞാനാണ് ആ വീടിന്റെ ബ്രോക്കർ എന്ന് ആരോടും പറയല്ലോ സാറ്. കാരണം അവര് താമസം തുടങ്ങി അന്ന് തന്നെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. എന്റെ ഗതികേടേ. അങ്ങനെ ആ സ്ത്രീയുടെ ഹിസ്റ്ററി തേടിയുള്ള എൻ്റെ അന്വേഷണം ഇവിടെ വരെ എത്തി. അത് കലക്കി. ദേവദാസേ, ഞാൻ മണ്ടൻ അല്ലേ? ആളെ കണ്ടാ പോരാ, കണ്ട് തിരിച്ചറിയാൻ പഠിക്കണം.